നമസ്കാരം. ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്യുന്നു. ഡിസംബർ 18 ഇരിക്കട്ടെ. ഇന്ന് ഡിസംബർ 6. റിലീസിന് ഇനി 12 നാൾ മാത്രം ബാക്കി. സാധാരണ ഒരു സിനിമയ്ക്ക് 12-15 നാളുകൾ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുന്നത് മിനുക്ക് പണികൾ തീർക്കുക, എന്തെങ്കിലും കുറച്ചൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുക, ഫൈനൽ ഔട്ടിന് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക, ഒരു തൃപ്തി വരുന്നത് വരെ. ഇതൊക്കെയാണ് സാധാരണയായി കാണുന്നത്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അവസാനത്തെ ആഴ്ചകളിൽ ഒരാളെ മാറ്റുക, അണിയറ പ്രവർത്തകരിൽ വീണ്ടും ഒരാളെ തിരുത്തുക, പുതിയൊരാളെ കൊണ്ടുവരിക. ഇതൊക്കെ കേട്ടുകേൾവിയേക്കാൾ കൂടുതൽ എന്താണ് ആ സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ആശങ്കയും കൂടി പറഞ്ഞു വരുന്നത് ബബ്ബ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ സംഗീതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. മറ്റേതൊരു മാധ്യമവും പുറത്തുവിടുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം പുറത്തുവിട്ട വാർത്തയാണ് ഷാൻ റഹ്മാനെ മാറ്റുന്നു, പുതിയൊരു സംഗീത സംവിധായകനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആ സമയത്ത് 2 പ്രോബബിലിറ്റിയാണ് പറഞ്ഞത്. ഒന്നുകിൽ ഷാൻ റഹ്മാൻ ഈ സിനിമയിൽ പ്രവർത്തിക്കും, കൂട്ടത്തിൽ ഒരാളെയും കൂടെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഷാൻ റഹ്മാനെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് വേറൊരു സംഗീത സംവിധായകനെ കൊണ്ടുവരും എന്നത് സംബന്ധിച്ചായിരുന്നു. നമ്മുടെ പ്രഡിക്ഷൻ തെറ്റിയില്ല. പിന്നീടുള്ള ഒഫീഷ്യൽ പോസ്റ്റേഴ്സിലൊക്കെ തന്നെ ഷാൻ റഹ്മാൻ മാത്രമല്ല ഈ സിനിമയുടെ സംഗീതം സംവിധാനം ചെയ്യുന്നത്, ഗോപി സുന്ദർ ഈ സിനിമയുടെ ഭാഗമാവുന്നുണ്ട് എന്നുള്ളത് പുറത്തു വന്നു. അതായത് ഷാൻ റഹ്മാൻ ഇതിൻ്റെ പാട്ടുകൾ കൈകാര്യം ചെയ്യും, BGM കൈകാര്യം ചെയ്യുന്നത് ഗോപി സുന്ദറാണ്. ആ വാർത്ത ഏകദേശം 1 മാസത്തോളം മുമ്പാണ് നമ്മൾ കൊടുത്തതും ഒഫീഷ്യലി വന്ന വോൾ പോസ്റ്റേഴ്സിൽ ഉൾപ്പെടെ അവർ ഗോപി സുന്ദറിൻ്റെ പേര് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തു. അല്ലാണ്ട് സിനിമാ പ്രവർത്തകർ ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് വെൽക്കം ഓൺ ബോർഡ് ഗോപി സുന്ദർ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അവർ ഇറക്കിയിട്ടില്ല. നിങ്ങൾ ബബ്ബയുടെ പോസ്റ്റേഴ്സ് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ പോസ്റ്റേഴ്സും മുന്നത്തെ പോസ്റ്റേഴ്സും മനസ്സിലാക്കണം. മുന്നത്തെ പോസ്റ്റേഴ്സിൽ മ്യൂസിക് ഷാൻ റഹ്മാൻ എന്ന് മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബബ്ബ ട്രെയിലർ ടീസർ യൂട്യൂബിൽ പോയാലും കാണാം, മ്യൂസിക് ഷാൻ റഹ്മാൻ എന്ന് മാത്രമാണ്. പക്ഷേ ഇത്തവണ പോസ്റ്റേഴ്സൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോങ്സ് ഷാൻ റഹ്മാനും BGM ഗോപി സുന്ദറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് വരുന്നത്, ഇതൊരു അൺഒഫീഷ്യലാണ്, റിപ്പോർട്ടുകൾ മാത്രമാണ്. ഇതിനകത്ത് റിപ്പോർട്ട്സ് എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളും ഈ വാർത്തയായിട്ട് മുന്നോട്ട് പോകുന്നത്. എഡിറ്റർ ആയ രഞ്ജൻ അബ്രഹാമിനെ മാറ്റിക്കൊണ്ട് ചമൻ ചാക്കോയും കൂടി വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ സിനിമയുടെ അവസാനത്തെ ലാപ്പിലാണ്. അവസാനത്തെ 2 ആഴ്ചകൾ പോലും ഇല്ല ഇനി റിലീസിലേക്ക്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം മറ്റന്നാൾ വിധിയാണ്. മറ്റന്നാൾ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ അദ്ദേഹത്തിൻ്റെ ജീവിതം തുലാസിൽ നിൽക്കുന്ന വിധിയാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പല പുതിയ സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നത് ദിലീപിനുമായി ബന്ധപ്പെട്ട്, പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് അവിടെ കോടതിയിൽ എന്തൊക്കെയാണ് വാദിച്ചത് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സിനിമയ്ക്ക് അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരിൽ നിന്നും ചിന്തിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് റിപ്പോർട്ടുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ആദ്യം നിങ്ങൾ സംഗീത സംവിധായകനെ പുതിയൊരാളെ കൊണ്ടുവരുന്നു, ഇപ്പോൾ എഡിറ്റിങ്ങിലും പുതിയൊരാളെ കൊണ്ടുവരികയാണെങ്കിൽ പ്രേക്ഷകരുടെ വിശ്വാസമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്താണ് ഈ പ്രോഡക്റ്റിന് സംഭവിക്കുന്നത്, ബബ്ബയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇത് വേണ്ട രീതിയിൽ പുറത്ത് വന്നിട്ടില്ലേ ഔട്ട്, അതുകൊണ്ടാണോ ആശങ്കയോടുകൂടി പുതിയ പരീക്ഷണങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ സംഗീത സംവിധായകനെ മാറ്റുന്നത് പോലെ അല്ല. അപ്പോൾ പോലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഗോപി സുന്ദറായാലും ജെയ്ക്സ് ബിജോ ആയാലും ആരെയായാലും ഈ സിനിമയിലേക്ക് വന്നാൽ പോലും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാകുമോ എന്നതായിരുന്നു. പക്ഷേ എന്തായാലും ഗോപി സുന്ദർ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ആ വർക്കുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം, ചമൻ ചാക്കോ അല്ലെങ്കിൽ ഒരു പുതിയ എഡിറ്ററാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്താണ് കളിക്കുന്നത്? ഇത്ര ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക, അല്ലെങ്കിൽ റിലീസ് ഡേറ്റ് മാറ്റാനുള്ള പരിപാടിയാണോ? ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളും സംശയങ്ങളുമാണത്. കാരണം സോഷ്യൽ മീഡിയയിൽ പരക്കെ ഇപ്പോൾ ആ ബസ് നടക്കുന്നുണ്ട്, എഡിറ്റർ മാറ്റപ്പെടുന്നു എന്നുള്ളത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പുതിയ എഡിറ്ററും കൂടി വരാൻ പോവുകയാണ് സംബന്ധിച്ച്. അപ്പോൾ വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, ബബ്ബ എന്ന സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ സംസാരിക്കുന്നത്. ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അണിയറയിൽ ഒരു പിന്മാറ്റമോ അല്ലെങ്കിൽ ഒരു പുതിയൊരു മാറ്റമോ നടക്കുമ്പോഴേക്കും അത് സംസാരിക്കപ്പെടുന്നു, അത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരി ഈ പ്രോഡക്റ്റിൽ നെഗറ്റീവ് ആക്കി കാണിക്കേണ്ടതുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബബ്ബയുമായി ബന്ധപ്പെട്ട എത്രയോ പോസിറ്റീവ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നെഗറ്റീവ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഉദ്ദേശം. പക്ഷെ ചോദ്യം, ഈ നാളുകൾ ഇത്രയും മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ പരീക്ഷണങ്ങൾ എന്ന് സംബന്ധിച്ചാണ്. അപ്പോഴാണ് ഈ പ്രോഡക്റ്റിന് മേൽ ചോദ്യങ്ങൾ വരുന്നത്. അത്ര വിശ്വാസമില്ലേ, എന്താണ് ചെയ്തെടുത്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവസാന നിമിഷങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾ. അങ്ങനെയൊന്നും കേട്ടുകേൾവി പോലും ഇവിടെ ഉണ്ടായിട്ടില്ല.
സംവിധായകരെയൊക്കെ മാറ്റിയ ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഓസ്റ്റിൻ ഡാൻ തോമസിൻ്റെ സംവിധാനത്തിൽ വരാനിരുന്ന ആഷിഖ് ഉസ്മാൻ സിനിമയിൽ നിന്ന് ഓസ്റ്റിൻ ഡാൻ തോമസിൻ്റെ പേര് മാറ്റിയപ്പോൾ തരുൺ മൂർത്തി വരുന്നു. ഇതൊരു പുതിയ പ്രോജക്റ്റാണെന്നാണ് പറയുന്നതെങ്കിൽ പോലും സംവിധായകരെയൊക്കെ മാറ്റുന്നത് ആദ്യഘട്ട സ്റ്റേജുകളിലൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അണിയർ പ്രവർത്തകരെയും പിന്നീടുള്ള സ്റ്റേജിൽ മാറ്റുന്നതും സ്വാഭാവികമാണ്. ഇപ്പോൾ എഡിറ്ററായ നിഷാദ് യൂസഫ് മരണപ്പെട്ടപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു എഡിറ്റർ ഓൺ ബോർഡ് വരുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് അതുപോലുള്ള സാഹചര്യങ്ങൾക്കൊക്കെ വേറൊരു വഴിയില്ല, മാറ്റങ്ങൾ വരും, സ്വാഭാവികം. പക്ഷേ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അണിയർ പ്രവർത്തകരെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആദ്യം തീരുമാനിച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിങ്ങും കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഈ അണിയർ പ്രവർത്തകരുടെ ഈ ചേഞ്ചസ് കൂടുതൽ ആശങ്ക പ്രേക്ഷകരിലേക്ക് ഉണ്ടാകുന്നത്. ഈ സിനിമ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദിലീപിന് വളരെ നിർണായകമായ ഒരു സിനിമയാണ്. മോഹൻലാൽ ഇതിനകത്ത് ക്യാമിയോ വിഷയത്തിൽ വരുന്നുണ്ട്. ഒരു വലിയ താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് പ്രകാരം റെഡിൻ കിൻസ്ലിയും ബാലു വർഗീസും ശരണ്യ പൊന്വർണ്ണനും മണിയമ്പിള്ള രാജുവും അശോകനും ദേവനും റിയാസ് ഖാനും അങ്ങനെ ഒരു വലിയ താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ സിനിമയ്ക്കുള്ളിൽ സംഭവിക്കുന്നത്? വർക്കുകൾ പൂർണ്ണമാവാത്തത് കൊണ്ടാണോ ഇങ്ങനെ നടക്കുന്നത്? അതോ ഇനി റിലീസ് ഡേറ്റ് മാറ്റുമോ? അതോ ഇവർ മേലുള്ള വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ? തുടങ്ങിയ 100 ചോദ്യങ്ങളും സംശയങ്ങളും നിലവിൽ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരമാണ് എഡിറ്റിങ്ങിലും ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് എഡിറ്റിംഗ് വെഞ്ചറിലേക്ക് രഞ്ജൻ എബ്രഹാം അല്ലെങ്കിൽ ചമൻ ചാക്കോയിലേക്ക് പോകും, അല്ലെങ്കിൽ വേറൊരു എഡിറ്ററിലേക്ക് വരാം. ചമൻ ചാക്കോ ആണ് നിലവിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ എന്നുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും പ്രസക്തി ഏറുന്നത്. വൈറൽ ചായയുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.